ക്രിസ്മസ് തീമിൽ ഒരു ഫ്രോക്ക് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ഇതാ വെൽവെറ്റ് മെറ്റീരിയൽ എടുത്തിട്ടുണ്ട്. 2.5 മീറ്ററാണ്. കൂടാതെ കുറച്ച് ലേസ് ഉണ്ട്. ഇതെല്ലാം വെച്ച് നമുക്കൊരു ഫ്രോക്ക് ചെയ്യാം. ഈ വെൽവെറ്റ് മെറ്റീരിയലിനൊപ്പം ലൈനിങ്ങിനായിട്ട് 2 മീറ്റർ കോട്ടൺ ആണ് എടുത്തിട്ടുള്ളത്. ഇനി മെഷർമെൻറ്റ്സ് ഒക്കെ എടുക്കുകയാണ്. യോക്ക് ലെങ്ത്ത് നമുക്ക് 12.5 ആണ്. നമ്മൾ ഷോൾഡർ എടുക്കുന്നത് 6.5 ആണ്. താഴത്തേക്ക് നമ്മളൊരു 6 എടുക്കുന്നുള്ളൂ. അതിനുശേഷം നെക്ക് വിടുത്ത് 3 എടുത്തിട്ടുണ്ട്. ഫ്രണ്ട് നെക്കിനായിട്ട് 4 ആണ് എടുക്കുന്നത്. അതിനുശേഷം ഇതെല്ലാം ഓരോ ബോക്സാക്കി മാറ്റുകയാണ്. പിന്നെ ചെയ്യുന്നത് ആ ഒരു ചെസ്റ്റ് അളവ്, അതിന് വേണ്ടി നേരെ ആ ഒരു ഷോൾഡർ ലൈനിൽ അവിടുന്ന് വരയ്ക്കുകയാണ്. അതൊരു 8 എടുത്തിട്ടുണ്ട് ചെസ്റ്റ്. 7.5 വേസ്റ്റിൻ്റെ അളവ്. അപ്പോൾ അത് രണ്ടും മാർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ 1.5 ഇഞ്ചാണ് സീം അലവൻസ് എടുക്കുന്നത്. അത് രണ്ടും ജോയിൻ ചെയ്യാണ്. അതിനുശേഷം ഷോൾഡറിൽ നിന്നും താഴോട്ടുള്ള ലൈനിൽ നിന്നും പകുതി എടുത്തിട്ട് അതിനെ ഒരു കേവായിട്ട് വരയ്ക്കുകയാണ്. പിന്നെ ഫ്രണ്ട് നെക്കിനായിട്ട് ഒന്ന് കുഴിച്ച് വരയ്ക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ എടുത്തിരിക്കുന്ന മെഷർമെൻറ്റ്സ് ഒക്കെ ഞാൻ ഒന്നുകൂടി ഇവിടെ എഴുതുകൂടി ചെയ്യുന്നുണ്ട് കേട്ടോ. യോക്കിൻ്റെ ലെങ്ത്ത് വന്നിട്ട് 12.5 ചെസ്റ്റ് 8 ആണ്. 7.5 വേസ്റ്റ്. ഫ്രണ്ട് നെക്ക് 4 ബാക്ക് നെക്ക് 1 1.5 അത് അത്രയൊക്കെ എടുക്കുന്നുള്ളൂ. അത്രയൊക്കെ എടുത്താൽ മതിയാവും. ഇത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഫ്രോക്കാണ്. ബിഗിനേഴ്സിനൊക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് ഫോളോ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അതേസമയം വളരെ ട്രെൻഡി ആയിട്ടുള്ളൊരു ക്രിസ്മസ് ഫ്രോക്കാണ് കേട്ടോ ഇത്. ആദ്യം തന്നെ ഞാൻ ഇതിൻ്റെ ബാക്കും ഫ്രണ്ടും മാറ്റാനായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. ബാക്ക് പോർഷനാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. യോക്ക് ലെങ്ത്തിൻ്റെ താഴെയായിട്ട് 1/4 ഇഞ്ച് വിട്ടിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് 2 കിട്ടിയിട്ടുണ്ട്. 2 പാർട്ടായിട്ട് കിട്ടിയിട്ടുണ്ട്. ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടും. അതിനുശേഷം ബാക്ക് പാർട്ട് നമ്മുടെ നല്ല മെറ്റീരിയലിലേക്ക് വെച്ചിട്ട്, അതായത് അതിൻ്റെ നല്ല സൈഡിലേക്ക് വെച്ചിട്ട് നമ്മൾ ബാക്കിൻ്റെ നെക്ക് മാത്രം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. അപ്പം അങ്ങനെ ഈ ഒരു ഭാഗത്തിന് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നു. അതിനുശേഷം അതിനെ ബാക്കോട്ടാക്കുന്നു. തിരിച്ച് അവിടെ ഒരു സ്റ്റിച്ച് കൊടുക്കണം. അതിനുശേഷം സ്ലീവിൻ്റെ സൈഡ് ഭാഗവും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് വേണ്ടാത്ത പോർഷനെ നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കുന്നു. അപ്പോൾ അതോടുകൂടി നമ്മൾ ബാക്ക് പോർഷൻ നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ദ സെയിം വേ നമ്മൾ ഫ്രണ്ട് പോർഷനും നമ്മൾ നല്ല മെറ്റീരിയൽ, അതായത് വെൽവെറ്റ് മെറ്റീരിയലിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പോവുകയാണ്. നല്ല സൈഡിലേക്ക് വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. ഇത് ഞാൻ അതായത് ലൈനിങ്ങിൻ്റെ നല്ല വശവും മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശവും. ബാക്ക് പോർഷനിൽ ഇതായൊരു സ്ലിറ്റ് കൊടുത്തിട്ടുണ്ട്. ആ സ്ലിറ്റിൻ്റെ ലെങ്ത്തിനും പിന്നെ 3 ഇഞ്ച് വീതിയിലുള്ള 2 ക്ലോത്ത് മെറ്റീരിയൽ എടുത്തിട്ടുണ്ട്. അതിനുശേഷം ആദ്യത്തെ മെറ്റീരിയൽ ഇതാ 2ആയിട്ട് മടക്കിയതിന് ശേഷം ഈ ഒരു ഇതിൽ കാണുന്ന പോലെ നമ്മൾ കുറച്ച് ഭാഗം മുകളിലേക്കാക്കി അതിനെ മടക്കി കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ നേരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ആ സ്ലിറ്റ് അവസാനിക്കുന്ന പോയിൻ്റ് വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ലാസ്റ്റിലേക്ക് എത്തുമ്പോൾ, ആ പോയിൻറ്റിൻ്റെ അടുത്തേക്ക് എത്തുമ്പോൾ ഒരു വി പോലെ അവിടെ കെട്ടിട്ട് നിർത്തുക എന്നുള്ളതാണ്. ഇപ്പോൾ ഇതാ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം നമ്മളതിനെ മറയ്ക്കുകയാണ്. മറച്ചിട്ട് നമ്മുടെ ബാക്ക് സൈഡിലേക്ക് കൊണ്ടുവരുന്നു. അതിനുശേഷം നമ്മൾ ബാക്കിൽ നല്ല രീതിയിൽ അതിന് സ്ക്വയറായിട്ട് സ്റ്റിച്ച് കൊടുക്കുകയാണ്. താഴത്തെ ഭാഗം മടക്കി അടിക്കണം കേട്ടോ. ഇങ്ങനെ വന്നിട്ട് ഈ ഒരു താഴ്ഭാഗം മടക്കി നല്ല രീതിയിൽ ഫിനിഷ് ചെയ്ത് ഇതേപോലെ തയ്ച്ചെടുക്കാം. ദ സെയിം വേ മറ്റേ സൈഡും ചെയ്യുന്നുണ്ട്. പക്ഷെ അതിന് ചെറിയൊരു വ്യത്യാസമുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് അതിൻ്റെ ബാക്കിലോട്ട് മടക്കിയെടുക്കണ്ട. കുറച്ച് ഭാഗം തള്ളി നിൽക്കുന്ന രീതിയിലാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇതേപോലെ ചെയ്തതിന് ശേഷം ഈ ഒരു സ്റ്റിച്ച് ഇട്ടു, മറ്റേതുപോലെ തന്നെ ഫസ്റ്റ് ചെയ്ത പോലെ. അതിനുശേഷം ഇത് കംപ്ലീറ്റ് ചെയ്യണ്ട. പകരം ഈ ഒരു ഇത്രയും മതി, പകുതി ഭാഗം പുറത്തോട്ട് തള്ളി നിൽക്കുന്ന രീതിയിൽ നമ്മൾ സ്റ്റിച്ച് കൊടുക്കുകയാണ്. ഇതിൻ്റെയും താഴത്തെ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ താഴെ എത്തുമ്പോൾ നമ്മളൊന്ന് മടക്കിയിട്ട് സ്റ്റിച്ച് കൊടുക്കേണ്ടതാണ്. അപ്പോൾ നമ്മുടെ ബാക്ക് ഭാഗം ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി അവിടെ ഹുക്കോ ബട്ടൺസോ എന്തെങ്കിലും ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് വേണ്ടത് സ്ലീവാണ്. അപ്പോൾ സ്ലീവ് കട്ട് ചെയ്യുന്നതിനായിട്ട് നമ്മളൊരു 4 ഇഞ്ച് വിട്ടിട്ട്
ആണ് ചെയ്യുന്നത്. കാരണം ഞാനിവിടെ ഒരു പഫ് സ്ലീവാണ് 3/4 പഫ് സ്ലീവാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ഒരു 4 ഇഞ്ച് വിട്ടിട്ട് താഴത്തേക്ക് നമ്മുടെ ആ ഒരു സ്ലീവിനെ അവിടെ തന്നെ വെച്ചിട്ട് ചെയ്യുകയാണ്. ഇതെല്ലാം എളുപ്പപ്പണിയാണ്. ഇതൊങ്ങനെയൊന്നും അല്ല, മെഷർമെൻറ്റ്സ് ഒന്നും എടുക്കാതെ എത്രയും പെട്ടെന്ന് എളുപ്പത്തിൽ എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് ഇതിൽ കാണിക്കുന്നത്. അപ്പം ഇങ്ങനെയാണ് ചെയ്തെടുക്കുന്നത്. അലവൻസിനെയാണ് താഴത്തേക്ക് 1.5 ഇഞ്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഈ സ്ലീവാണ് ഈ ഫ്രോക്കിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ബാക്കിയൊക്കെ ബേസിക് പരിപാടികളാണ്. ഇപ്പോൾ സ്ലീവ് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇത്ര കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു 4 ഇഞ്ച് താഴെ ഞാൻ ഒരു അടയാളപ്പെടുത്തിയില്ല, അത് ഞാൻ നോച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിന് ശേഷം നമ്മൾ സ്ലീവ് ചെയ്യുകയാണ്. സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ്. പ്ലീറ്റ്സ് ഇട്ടിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ 4 ഇഞ്ചിലാണ് പ്ലീറ്റ്സ് ഇട്ട് തീർക്കേണ്ടതെങ്കിലും അത് കഴിഞ്ഞിട്ടും ഈ ഒരു മെറ്റീരിയൽ കുറച്ച് വലിയുന്ന മെറ്റീരിയൽ ആയതുകൊണ്ടാവാം കുറച്ചും കൂടി പ്ലീറ്റ്സ് എനിക്ക് ഇതിൽ നിന്നും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ നമുക്ക് 2 സ്ലീവും ചെയ്തെടുക്കാം. മാക്സിമം പ്ലീറ്റ്സ് ഇതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. 2 സ്ലീവ് ചെയ്തെടുത്തിട്ടുണ്ട്. യോക്ക് പോർഷനും ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തത് സ്കേർട്ട് പോർഷനാണ്. അപ്പം സ്കേർട്ട് പോർഷൻ ഞാൻ എടുത്തിട്ടുള്ളത് 21 ഇഞ്ചസ് ആണ്. എൻ്റെ സ്കേർട്ടിന് വേണ്ട ടോട്ടൽ ലെങ്ത്ത് 36 ആണ്. അതിൽ നിന്ന് എൻ്റെ യോക്ക് ലെങ്ത്ത് വന്നിട്ട് 12.5 അതും പിന്നെ ഞാൻ ഇട്ട് കൊടുക്കാൻ പോകുന്ന ഫ്രില്ലിൻ്റെ ലെങ്ത്തും കൂടി കുറച്ചിട്ട് കിട്ടിയിട്ടുള്ളതാണ് 21 ഇഞ്ച്. അപ്പം അങ്ങനെയാണ് ഈ ലെങ്ത്ത് എടുത്തിട്ടുള്ളത്. വീതി എടുത്തിട്ടുള്ളത് വേസ്റ്റിൻ്റെ ഡബിൾ അളവാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡബിളോ ട്രിപ്പിളോ ആയിട്ട് 3 ഇരട്ടിയോ 2 ഇരട്ടിയോ 4 ഇരട്ടിയോ ഒക്കെ നിങ്ങൾക്ക് ആവശ്യമുള്ള ഫ്രില്ലിനനുസരിച്ച് മെറ്റീരിയൽ എടുക്കാവുന്നതാണ്. അതിനുശേഷം ലൂസ് സ്റ്റിച്ച് ആയത് കൊടുക്കുക. എന്നതിന് ശേഷം അതിനെങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് വേണ്ട ആ ഒരു വേസ്റ്റ് അളവിലേക്ക് ഇതിനെടുത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ ഫ്രില്ല് വേണമെങ്കിൽ കൂടുതൽ മെറ്റീരിയൽ എടുത്ത് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് നമുക്ക് ഈ ഒരു ഫ്രില്ലിനെ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം സ്കേർട്ടിലേക്ക്. അപ്പോൾ അതിനായിട്ട് ഈ ഒരു ഫ്രില്ലിൻ്റെ നല്ല സൈഡും സ്കേർട്ടിൻ്റെ നല്ല സൈഡും വെച്ച് നമ്മൾ ജോയിൻ ചെയ്തെടുക്കുക. അതിനുശേഷം അതിനെ മറച്ചടിക്കുക. അപ്പോൾ നല്ല സൈഡ് പുറത്തേക്ക് വരുക. ഇങ്ങനെ ഈ സെയിം ഫ്രില്ല് സെയിം മെത്തേഡ് തന്നെ നമ്മളിതിൻ്റെ സ്ലീവിലും കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം ഞാനിവിടെ ചെയ്യുന്നത് മെയിൻ ക്ലോത്തിൻ്റെ നല്ല സൈഡും ഫ്രില്ലിൻ്റെ നല്ല സൈഡും തമ്മിൽ അറ്റാച്ച് ചെയ്യുകയാണ്. അതിനുശേഷം അതിൻ്റെ ബാക്ക് സൈഡ് ഇങ്ങനെയൊന്ന് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. വേറെ മെറ്റീരിയൽ ആണെങ്കിൽ നമുക്ക് 2 ആയിട്ട് മടക്കേണ്ടി വരും. ഈ ഒരു ക്ലോത്ത് ഇങ്ങനെ കുറച്ച് വലിയുന്ന കാരണം അതിൻ്റെ സൈഡൊക്കെ കുറച്ചിട്ട് ഫിനിഷ്ഡ് ആയിട്ട് നിൽക്കുന്ന കാരണം ഒരു പ്രാവശ്യം മാത്രമേ ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളൂ. സ്ലീവിൽ നമ്മൾ ഈ മെത്തേഡ് തന്നെ ഫ്രില്ല് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. സ്ലീവിൽ ഞാൻ ഇലാസ്റ്റിക് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ എടുത്തിരിക്കുന്ന സ്ലീവിൻ്റെ ലെങ്ത്ത് 12.5 അപ്പോൾ ഈ ഒരു ഫ്രില്ല് ലാസ്റ്റ് ചെയ്യുന്ന ആ ഒരു പോർഷനിൽ നമ്മൾ കൈയിൻ്റെ അളവ് എത്രയാണോ, കൈയിൻ്റെ വണ്ണം എത്രയാണോ അതിൽ നിന്നും ഒരു 3 ഇഞ്ച് കുറച്ചിട്ടാണ് ഇലാസ്റ്റിക് എടുത്തിട്ടുള്ളത്. ഇലാസ്റ്റിക്കിനെ നമ്മൾ 2 സൈഡ് വലിച്ചാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ലൈനിങ് അറ്റാച്ച് ചെയ്യേണ്ടതുണ്ട്. അതിനായിട്ട് ഇതിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് നമ്മുടെ സ്കേർട്ട് പോർഷനില്ലേ, സ്കേർട്ട് പോർഷൻ്റെ ലെങ്ത്തിൻ്റെ ഒരു 2 ഇഞ്ചെങ്കിലും കുറഞ്ഞിരിക്കണം, അത്രയേ ഉള്ളൂ. വീതി എന്ന് പറയുന്നത് ഞാൻ എടുത്തിട്ടുള്ളത് വേസ്റ്റ് ലൈനിൻ്റെ ഡബിൾ തന്നെയാണ്. എന്നതിന് ശേഷം ഇങ്ങനെ റാൻഡമായിട്ട് കുറേ പ്ലീറ്റ്സ് ഇട്ട് അതിൻ്റെ അറ്റം വരെ അങ്ങനെ കൊടുക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് വേറെ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. ലൈനിങ് അറ്റാച്ച് ചെയ്യാൻ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ താഴെ ഒന്ന് മടക്കി അടിക്കണം എന്നുള്ളതാണ്. മടക്കി അടിക്കുമ്പം ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ, അതായത് സ്കേർട്ടിൻ്റെ ചീത്ത സൈഡാണല്ലോ ഉണ്ടാവുക, അതിലേക്ക് ഫേസ് ചെയ്യുന്ന രീതിയിൽ മടക്കി അടിക്കണം എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ട കാര്യമുള്ളൂ. ഇതുപോലെ ഇരിക്കണം. മെയിൻ ലെങ്ത്തിൻ്റെ മുകളിലായിട്ടിരിക്കണം. പിന്നെ മടക്കി അടിക്കുന്ന അത് ഉള്ളിലേക്ക് വരുന്ന രീതി. ഈ ഒരു ഫ്രോക്കിന് ഒരു ടൈ കൊടുക്കാനായിട്ട് ഒരു സ്ട്രെച്ചിങ് ആയിട്ടുള്ളൊരു ലേസാണിത്. ഈ ലേസിനെ ഞാൻ ഈ രീതിയിൽ ഫ്രണ്ടിൻ്റെ, അതായത് സ്കേർട്ടിൻ്റെ ഫ്രണ്ട് പോർഷനിൽ ഇങ്ങനെ വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. ഇനി നമ്മുടെ ഫ്രോക്കിൻ്റെ ഉൾഭാഗത്തിൻ്റെ പുറത്തേക്ക് എടുത്തിട്ട് നമുക്ക് ഷേപ്പ് വരച്ചു കൊടുക്കാം. ചെസ്റ്റും വേസ്റ്റും അടയാളപ്പെടുത്തി ഷേപ്പ് വരയ്ക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ അതിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഈ ബോനെ, അതായത് ടൈനെ അതിനുള്ളിലേക്ക് വെച്ചിട്ട് വേണം നമ്മൾ ഈ ഒരു
സ്റ്റിച്ച് കൊടുക്കാനായിട്ട് കേട്ടോ. രണ്ട് സൈഡും അടിച്ച് കഴിഞ്ഞതിന് ശേഷമുള്ള ഫൈനൽ ലുക്ക് നോക്കാം.